Hi friends, this is Ranjisha. Welcome back to our channel. ഇന്ന് നമ്മൾ നോക്കുന്നത് ടാർഗറ്റ് 100 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എങ്ങനെയാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നതെന്നുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 6 തൊട്ട് ക്വസ്റ്റ്യൻ നമ്പർ 10 വരെയാണ് സെക്കൻഡ് വീഡിയോ നമ്മൾ സോൾവ് ചെയ്തത്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11 തൊട്ട് ക്വസ്റ്റ്യൻ നമ്പർ 15 വരെയാണ്. ടൈം കളയാൻ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 14x പ്ലസ് 48 ഈക്വൽ ടു 0, വൈ സ്ക്വയർ മൈനസ് 2y മൈനസ് 35 ഈക്വൽ ടു 0. അപ്പൊ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അൺനോൺ വേരിയബിൾ എക്സ് ആയിട്ട് വരുന്നത്, രണ്ടാമത്തേത് അൺനോൺ വേരിയബിൾ വൈ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഷോർട്ട് കട്ട് നമ്മൾ ഇതിനു മുന്നിലുള്ള വീഡിയോയിൽ ഒരുപാട് തവണ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്നാലും ജസ്റ്റ് ആ ഒരു ട്രിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. ഏതൊക്കെയാണ് ആ ട്രിക്ക്? മൈനസ് പ്ലസും പ്ലസ് പ്ലസ്, അതായത് ഈ ഒരു കോൺസ്റ്റന്റ് അവിടെയും അതുപോലെ തന്നെ കോയഫിഷ്യന്റ് എക്സിന്റെ കോയഫിഷ്യന്റ് ആയിട്ട് വരുന്ന അവിടെയും സൈൻ നോക്കാം. ഇവിടെ പ്ലസ് പ്ലസും മൈനസ് മൈനസ് ആണ്, ഈ ഒരു കോമ്പിനേഷനിലല്ല അല്ലെ. മൈനസ് പ്ലസ് 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 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോമ്പിനേഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് പ്ലസ് ആയിട്ട് വരുന്ന, ഇപ്പൊ എക്സിന്റെ ഇക്വേഷൻ ആണ് മൈനസ് പ്ലസ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇതിന്റെ സൊല്യൂഷൻസ് ഒന്നും കണ്ടുപിടിക്കേണ്ട. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ടേംസ്. ഏതൊക്കെയാണ്? ഈ രണ്ട് കോൺസ്റ്റന്റ് ടേംസും രണ്ടവിടെയും മൈനസ് വരാം. ഇവിടെ പ്ലസ് 48 ഉണ്ട്, ഇവിടെ മൈനസ് 35, ഒരവിടെ മൈനസ് ഉണ്ട്, രണ്ടവിടെയും മൈനസ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. നമ്മൾ രണ്ട് ട്രിക്കുകൾ ഇതിന് മുന്നിലുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ രണ്ട് കോമ്പിനേഷൻസ് അല്ല ഇവിടെ നിന്ന് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ട് രണ്ടിന്റെയും സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്താണ് ഇവിടെ 48 ആണ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് 48 എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 48 കിട്ടാനായിട്ട് ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും നോക്കാം. 5 into 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 into 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 into 8 എന്ന് പറഞ്ഞാൽ 48 ആണ് അല്ലെ. 6 into 8 എന്ന് പറഞ്ഞാൽ 48 ആണ്. അതുപോലെ തന്നെ 6ഉം 8ഉം കൂടെ ആഡ് ചെയ്താൽ 14 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ആ രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യണം. 6ഉം 8ഉം ആണെന്ന് ചൂസ് ചെയ്യുന്നത്. 6ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48 കിട്ടും. 6ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 എന്നും കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് മൾട്ടിപ്പിൾസ് 6ഉം 8ഉം ആണെന്ന് കിട്ടി. ഇനി സൊല്യൂഷൻസ് എങ്ങനെ എഴുതും? x1 ഈക്വൽ ടു, ഇവിടെ 6 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ എന്തെന്ന് നമ്മൾ മൈനസ് ആക്കി എഴുതുന്നു, അതായത് -6 അല്ലെ. അതുപോലെ തന്നെ രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണ്, x2 എന്ന് പറയുന്നത്, ഇവിടെ 8 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും, -8. അപ്പൊ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. x1 എന്ന് പറയുന്നത് -6 എന്നും x2 -8 ആണെന്നും കിട്ടി. ഇനി നമുക്ക് y-ക്ക് രണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഇവിടെ 35 ആണ്, -35 ആണ് അല്ലെ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ -35 എന്ന് എടുക്കുന്നു. അതിനുശേഷം എന്താണ്, 35 ഏതൊക്കെ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 കിട്ടും? 7 into 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 35 കിട്ടും. 7 into 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 കിട്ടും. പക്ഷെ നമുക്കിവിടെ മൈനസ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പറിന് മൈനസ് കൊടുത്താലേ -35 കിട്ടുള്ളൂ. ഏത് നമ്പറിന് മൈനസ് കൊടുക്കണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് -2 എന്ന് കിട്ടണം അല്ലെ. ഇപ്പൊ 7 - 5, ഇപ്പൊ 5നാണ് മൈനസ് കൊടുക്കുന്ന എക്സാമ്പിൾ വെച്ചാൽ 7 - 5 ചെയ്യുമ്പോൾ +2 ആണ് കിട്ടുക. ഇവിടെ എന്താണ്, -2 ആണ്. അപ്പൊ നമ്മൾ 5ന് മൈനസ് കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 7 മൈനസ് കൊടുക്കാം. 7 മൈനസ് കൊടുക്കുമ്പോൾ എന്തായി, 5 - 7 എത്രയാണ്, -2. -7 into 5 -35. അപ്പൊ രണ്ട് മൾട്ടിപ്പിൾസ് കിട്ടി, -7ഉം 5 ആണെന്നും. ഇനി നമുക്ക് സൊല്യൂഷൻസ് എങ്ങനെ എഴുതാം, y1 ഈക്വൽ ടു -7 ആണ്. അപ്പൊ സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും, 7 ആണെന്ന് എഴുതാം. y2 എത്രയാണ്, ഇവിടെ 5 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും, -5. അപ്പൊ 7ഉം -5 ആണ് സൊല്യൂഷൻ. ഇവിടെ -6ഉം -8ഉം ആണ് സൊല്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, -6 -8 7 -5 അല്ലെ. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ -6ഉം 7ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, -7 ആണ് വലുത്. അപ്പൊ ലെസ് ദാൻ. -6ഉം -5 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ -5 ആണ് വലുത്. അപ്പൊ ലെസ് ദാൻ. -8ഉം 7ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 7 ആണ് വലുത്. അപ്പൊ ലെസ് ദാൻ. -8ഉം -5ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ -5 ആണ് വലുത്. അതായത് എല്ലാം ലെസ് ദാൻ ആണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ, എക്സ് ലെസ് ദാൻ വൈ ആയിരിക്കും ആൻസർ. അതായത് ഓപ്ഷൻ എ ആണ്, എക്സ് ലെസ് ദാൻ വൈ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈക്വൽ ടു 0, വൈ സ്ക്വയർ മൈനസ് 17y പ്ലസ് 17 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു കോമ്പിനേഷൻ, അതായത് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷനിലാണോ? മൈനസ് പ്ലസ് 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 എന്ന് പറയുന്ന കോമ്പിനേഷൻ അല്ല അല്ലെ, പ്ലസ് മൈനസും മൈനസ് പ്ലസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ടേംസ് രണ്ടും മൈനസ് അല്ല, അപ്പൊ നമുക്ക് കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ രണ്ടിനും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഇനി 182ന് എന്ത് ചെയ്യണം? 182ന് രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതണം. അപ്പൊ എന്താണ് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. അതായത് രണ്ട് നമ്പേഴ്സുകളുടെ മൾട്ടിപ്പിൾസ് 182 കിട്ടണം. ആ രണ്ട് നമ്പേഴ്സുകൾ തൊട്ടടുത്ത നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 1 ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ തൊട്ടടുത്ത നമ്പേഴ്സ് രണ്ടെണ്ണമായിട്ട് വരുന്ന 182ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ 182ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 91 എന്ന് എഴുതാം. 91ന് നമുക്ക് എങ്ങനെ എഴുതാം? 7 into 13 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 2 into 7 എന്ന് പറഞ്ഞാൽ 14. 14 into 13 എന്ന് എഴുതാം. 182 കിട്ടും. 14ഉം മൈനസ് 13 ചെയ്തതിനാൽ 1ഉം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 14ഉം 13ഉം എഴുതുന്നു. ഓക്കെ, 14ഉം 13ഉം എഴുതുന്നു. ഇവിടെ മൈനസ് 182 ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഒന്നിന് മൈനസ് കൊടുക്കാം. അപ്പൊ 14 into 13 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 14 into മൈനസ് 13 എന്ന് പറഞ്ഞാൽ മൈനസ് 182 വരും. 14 മൈനസ് 13 എന്ന് പറഞ്ഞാൽ പ്ലസ് 1 ആയിട്ടും വരും. അപ്പൊ രണ്ട് നമ്പേഴ്സ് 14ഉം മൈനസ് 13 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻസ് ചെയ്താണ്. x1 ഈക്വൽ ടു എന്താണ്? 14 ആണ്. അപ്പൊ എന്താണ്? സൊല്യൂഷൻ എഴുതുമ്പോൾ മൈനസ് 14 ആവും. അതുപോലെ തന്നെ x2 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 13 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ എന്താവും? ഈക്വൽ ടു 13 ആവും. അപ്പൊ രണ്ട് സൊല്യൂഷൻസ് കിട്ടി, മൈനസ് 14ഉം 13ഉം. ഇനി നമുക്ക് എഴുതാം y സ്ക്വയർ മൈനസ് 17y പ്ലസ് 17 ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും? മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 17 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10ഉം 7ഉം എടുക്കാം. 10 into 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 ആണ്. പക്ഷെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? മൈനസ് 17 കിട്ടണം. ഇവിടെ എന്താണ്? ആഡ് ചെയ്യുമ്പോൾ 17 ആണ് കിട്ടുക. അപ്പൊ രണ്ടിനും മൈനസ് കൊടുത്ത് നോക്കാം. രണ്ടിനും മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് 10 into മൈനസ് 7 എന്ന് പറഞ്ഞാൽ പ്ലസ് 17 കിട്ടും. മൈനസ് 10ഉം മൈനസ് 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 17 കിട്ടും. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? മൈനസ് 10ഉം മൈനസ് 7ഉം. അപ്പൊ നമ്മൾ സൊല്യൂഷൻസ് എഴുതുമ്പോൾ എന്ത് കിട്ടും? y1 ഈക്വൽ ടു മൈനസ് 10. അപ്പൊ സൊല്യൂഷൻ എഴുതുമ്പോൾ 10 ആണ്. y2 എത്രയാണ്? ഇവിടെ മൈനസ് 7 ആണ്. അപ്പൊ സൊല്യൂഷൻ എഴുതുമ്പോൾ 7. അപ്പൊ സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് കിട്ടി? 10ഉം 7 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇത് കമ്പയർ ചെയ്ത് മൈനസ് 14, 13, 10, 7. അപ്പൊ മൈനസ് 14 ആണോ 10 ആണോ വലുത്? 10 ആണ് വലുത്. മൈനസ് 14 7ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 7 ആണ് വലുത്. 13ഉം 10ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 13 ആണ് വലുത്. അപ്പോൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഓപ്ഷൻ ഇ ആണ്, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 3x സ്ക്വയർ പ്ലസ് 13x പ്ലസ് 12 ഈക്വൽ ടു 0, y സ്ക്വയർ പ്ലസ് 9y പ്ലസ് 20 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ 12 ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ല. ഇതുവരെ നമ്മൾ എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെയും എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വൈ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മൾ സോൾവ് ചെയ്തത്. അത് ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കോഎഫിഷ്യന്റ് 1 അല്ലാത്ത 3, 4, 2 അങ്ങനെ ഏതെങ്കിലും നമ്പേഴ്സ് കൂടെ എക്സ് സ്ക്വയറിന്റെ കൂടെ അല്ലെങ്കിൽ വൈ സ്ക്വയറിന്റെ കൂടെ വരുമ്പോൾ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം? ആ കിട്ടിയിട്ടുള്ള സൊല്യൂഷൻസിനെ ഡിവൈഡ് ബൈ 3 ചെയ്യണം. അതെങ്ങനെയൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 12നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടണം. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഒരു 3 കൂടി ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 into 12 ചെയ്യാം. ഓക്കെ, ഈ ഒരു കോഎഫിഷ്യന്റും അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റന്റും കൂടെ മൾട്ടിപ്പിൾ ചെയ്യാം. അതായത് 3 into 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36ഉം ആഡ് ചെയ്യുമ്പോൾ 13ഉം കിട്ടുന്ന നമ്പേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 9ഉം 4 എടുക്കാം. 9 into 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. 9ഉം 4 കൂടി ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. അപ്പൊ രണ്ട് നമ്പേഴ്സ് 9ഉം 4 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ആ ഒരു സൊല്യൂഷൻസ് എഴുതുന്നത് എങ്ങനെയാണ് പറഞ്ഞുതരാം. x1 ഈക്വൽ ടു എന്താണ്? 9 മൈനസ് 9. അതുപോലെ തന്നെ x2 എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പൊ നമ്മൾ സൊല്യൂഷൻ എഴുതുമ്പോൾ -4. സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് എഴുതാം. ഇങ്ങനെയുള്ള കോഎഫിഷ്യന്റ് കൂടെ 1 അല്ലാത്ത വരുന്ന കേസിൽ ആ നമ്പർ ഏതാണോ
ആ നമ്പർ എന്ത് ചെയ്യണം, നമ്മൾ സൊല്യൂഷനെ ഡിവൈഡ് ചെയ്യണം. അത് -9 ഡിവൈഡ് ബൈ 3 എന്നും -4 ഡിവൈഡ് ബൈ 3 എന്നും എഴുതണം. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ എന്തൊക്കെയാണ്, -9/3 -4/3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു സൊല്യൂഷൻസ്. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം. y² + 9y + 20 = 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യും. ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, 20 എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 20 കിട്ടണം. അപ്പൊ 5ഉം 4ഉം കൊടുക്കാം. 5 × 4 എന്ന് പറഞ്ഞാൽ 20, 5 + 4 എന്ന് പറഞ്ഞാൽ 9. അപ്പൊ രണ്ട് നമ്പേഴ്സ് കിട്ടി. അപ്പൊ സൊല്യൂഷൻ y1 = എന്ത് കിട്ടും, 5 ആണ്. അപ്പൊ സൊല്യൂഷൻ -5 എന്നും y2 = എന്താണ്, 4 ആണ്. അപ്പൊ സൊല്യൂഷൻ -4 എന്നും കിട്ടി. ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക, സാധാരണ രീതിയിൽ -9/3 -4/3 -5 -4. ഇതൊക്കെ എന്താ, -9/3 എന്ന് പറഞ്ഞാൽ -3 വരും. -4/3 എന്ന് പറഞ്ഞാൽ പോയിന്റ് സംതിങ് ഒക്കെ വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ, കമ്പാരിസണ് വേണ്ടി മാത്രം കേട്ടോ. ഇതിന്റെ കറക്റ്റ് സൊല്യൂഷൻ ഇതാണ്, -9/3 -4/3. കമ്പാരിസൺ ഈസി ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിവൈഡ് ബൈ 3 ചെയ്യുന്നതിന് പകരം ആ ഒരു 3നെ ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യാം. -5ന്റെ കൂടി -4ന്റെ കൂടി മൾട്ടിപ്പിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിവൈഡ് ബൈ 3 ചെയ്യുന്നതിന് പകരം ഇവിടെ × 3 ചെയ്യാം, ഇവിടെയും × 3 ചെയ്യാം. അപ്പൊ നമുക്ക് ഏതാണ് വലുത് ഏതാ ചെറുതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. -5 × 3 എന്ന് പറഞ്ഞാൽ -15 ആണ്. -4 × 3 എന്ന് പറഞ്ഞാൽ -12 ആണ്. ഇനി നമ്മൾ കമ്പയർ ചെയ്യാം. കമ്പാരിസന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതേസമയം ഇവിടെ ഒരു 2 ഉണ്ടെന്ന് വെക്കുക, വൈയുടെ കൂടെ ഒരു 2 ഉണ്ടെങ്കിൽ ഇവിടെ ഡിവൈഡ് ബൈ 2 വരും ഈ ഒരു സൊല്യൂഷൻസിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് സൊല്യൂഷൻ ഇതായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുന്നു, ആ ഒരു സൊല്യൂഷൻസ് കമ്പയർ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിവൈഡ് ബൈ 2 ഉണ്ടെങ്കിൽ ആ ഡിവൈഡ് ബൈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ നമ്പേഴ്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഡിവൈഡ് ബൈ 3 ആയതുകൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ ഇവിടെ ഡിവൈഡ് ബൈ 2 ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഇവിടെ ഡിവൈഡ് ബൈ 3 ആയതുകൊണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്തു. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. -9 ആണോ -15 ആണോ വലുത്, -9 ആണ്. അപ്പൊ ഗ്രേറ്റർ. -9 ആണോ -12 ആണോ വലുത്, -9 ആണ്. അപ്പൊ ഗ്രേറ്റർ. -4ഉം -15ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ -4 വലുത്. -4ഉം -12ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ -4 ആണ് വലുത്. അതായത് x > y ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ്, x > y ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, x² + 15 = 8x, 13 / y² - 11/y + 1 = 0. ഇത് കറക്റ്റ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ഫോമിലല്ല കിടക്കുന്നത്. ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്, +or - ax² +or - bx +or - c = 0. അങ്ങനെയുള്ള ഒരു ഫോമിലായിരിക്കണം കിടക്കേണ്ടത്. ഇവിടെ എന്താണ്, അങ്ങനെ ഒരു ഫോമിലല്ല. അപ്പൊ നമ്മൾ ഈ ഫോമിലോട്ട് ആക്കുകയാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 8x ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ x² പിന്നെ എന്താണ്, 8x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -8x പിന്നെ ഒരു +15 = 0. ഇത് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ഫോമിലായി. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ y² വെച്ച് എന്ത് ചെയ്യുന്നു, y² വെച്ചിട്ട് എല്ലാ ടേംസിനെയും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പവർ എന്താണ്, y² ആണ്. അപ്പൊ y² വെച്ചിട്ട് എല്ലാ ടേംസും എന്ത് ചെയ്യുന്നു, നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാണ്. അപ്പോൾ y² വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ × y² എന്നാണ്. അപ്പൊ y²ഉം y² ക്യാൻസൽ ആവും അല്ലേ. അപ്പൊ എന്ത് കിട്ടും, 13 ആണെന്ന് കിട്ടും. മൈനസ് ഇവിടെ y² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, ഒരു y ഇതിൽ ക്യാൻസൽ ആവും, -11 × y എന്ന് കിട്ടും. -11 × y പ്ലസ് ഇവിടെ y² കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × y² എന്ന് പറഞ്ഞാൽ y² = 0. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ജനറൽ ഫോമാറ്റിലേക്ക് ആക്കാം. അതായത് y² - 11y + 13 = 0. ഓക്കെ, അപ്പൊ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ കോഎഫിഷ്യൻസ് നോക്കൂ. ഇതിന്റെ കോഎഫിഷ്യൻസ് രണ്ടിന്റെയും 1 ആണ്. അപ്പൊ സാധാരണ രീതിയിൽ ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് ആണ് ഇത് അല്ലേ. അതുകൊണ്ട് എന്താണ്, ഇതിന്റെ സാധാരണ സൊല്യൂഷൻസ് എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതുപോലെ ചെയ്യാം. ഇവിടെ കോഎഫിഷ്യൻസ് 1 അല്ലാത്ത നമ്പേഴ്സ് ഒന്നും ഇല്ല, രണ്ടിനും കോഎഫിഷ്യൻസ് 1 ആണ്. അതേപോലെ നമുക്ക് ആ ഒരു ട്രിക്ക് അല്ലല്ലേ, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ വരുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. മൈനസ് പ്ലസ് 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 എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണോ ഇത്, അല്ല. ഇവിടെ മൈനസ് പ്ലസ് അങ്ങനെയുള്ള കോമ്പിനേഷൻ. അപ്പൊ ആ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റന്റ് ടേംസ് ഇവിടെ പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അപ്പൊ എന്താണ്, രണ്ടും മൈനസ് വന്നാലേ കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്ന ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും പ്ലസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, രണ്ടിന്റെയും സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 15ഉം ആഡ് ചെയ്യുമ്പോൾ -8 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കണം. അപ്പൊ 15 ആണ്, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 15, 5ഉം 3ഉം എടുക്കാം. 5 × 3 15 ആണ് അല്ലേ.
-8 ആണ് ആഡ് ചെയ്യുമ്പോൾ വേണ്ടത്. 5ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 ആണ് കിട്ടുക. -8 കിട്ടാൻ എന്ത് ചെയ്ത് മതി? രണ്ടിനും മൈനസ് കൊടുക്കുക. അപ്പോൾ -5 -3 എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യുമ്പോൾ -8 കിട്ടും, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 15ഉം കിട്ടും. അപ്പോൾ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? x1 = 5 എന്നും x2 = 3 ആണെന്നും കിട്ടി. രണ്ട് സൊല്യൂഷൻസ്. ഇനി ഇവിടെ നോക്കാം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 13ഉം കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -11ഉം കിട്ടും. അപ്പോൾ 5ഉം 6ഉം എടുക്കാം. 5 × 6 എന്ന് പറഞ്ഞാൽ 13 ആണ്. പക്ഷെ എന്താ? 5ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 11 ആണ് കിട്ടുക. ഇവിടെ -11 ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടിനും മൈനസ് കൊടുക്കാം. -5 -6. അപ്പൊ എന്താ? -5ഉം -6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -11 എന്നും, -5 × -6 ചെയ്യുമ്പോൾ +13ഉം കിട്ടും. പിന്നെ സൊല്യൂഷൻസ് എഴുതുമ്പോൾ എങ്ങനെയാണ്? y1 = -5 ആണ്. അപ്പൊ സൊല്യൂഷൻ 5. y2 = -6 ആണ്. അപ്പൊ സൊല്യൂഷൻ 6. ഇനി നമ്മൾ എന്ത് ചെയ്യാം? രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. എങ്ങനെയാണ്? 5 3, ഇവിടെ 5 6. 5ഉം 5ഉം കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ടു ആണ്. 5ഉം 6ഉം കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ ആണ്. 5ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ ആണ്. 3ഉം 6ഉം കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ ആണ്. അപ്പോൾ ലെസ് ദാനും ഈക്വൽ ടു കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ എന്താണ്? എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെന്ന് കിട്ടി. അതായത് ഓപ്ഷൻ സി ആണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 5x² - 14x + 8 = 0, 4y² + 19y + 22 = 0. അപ്പൊ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് ഈ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ x²ന്റെയും y²ന്റെയും കോഎഫിഷ്യന്റ് 1 അല്ല. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ടൈപ്പ് 2 വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 × 8 ചെയ്യാം. 5 × 8 എത്രയാണ്? 5 × 8 എന്ന് പറഞ്ഞാൽ 14 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -14 കിട്ടണം. അപ്പൊ 10ഉം 4ഉം എടുക്കാം. 10ഉം 4ഉം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താണ്? 14 കിട്ടും. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ 14 ആണെന്ന് കിട്ടുക. നമുക്ക് -14 ആണ് ആഡ് ചെയ്യുമ്പോൾ വേണ്ട. അപ്പൊ രണ്ടിനും മൈനസ് കൊടുക്കാം. അപ്പൊ എന്താണ് കിട്ടി? -10 -4 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 14 കിട്ടും. ഇനി നമുക്ക് സൊല്യൂഷൻസ് എഴുതാം. x1 = എന്താണ്? -10. അപ്പോൾ സൊല്യൂഷൻ എഴുതുമ്പോൾ എന്താണ്? +10 ആവും. അതുപോലെ തന്നെ x2 എന്ന് പറഞ്ഞാൽ =-4 ആണ്. അപ്പോൾ സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും? സൊല്യൂഷൻ എഴുതുമ്പോൾ -4 ആണ്, സൊല്യൂഷൻ എഴുതുമ്പോൾ 4 ആണ് കിട്ടും. ഇനി നമുക്കിത് ഇതിൽ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. നോക്കൂ, മൈനസ് പ്ലസും പ്ലസ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആണ് അല്ലെ. ഷോർട്ട് കട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ -+++ ആണ്, -+ ആണ് ഗ്രേറ്റർ. അപ്പൊ x ഗ്രേറ്റർ ദാൻ y ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ എ x ഗ്രേറ്റർ ദാൻ y ആണ്. 1 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മളിത് മുഴുവൻ സോൾവ് ചെയ്യാം. അപ്പൊ x ഗ്രേറ്റർ ദാൻ y ആണോ കിട്ടാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കോഎഫിഷ്യന്റ് എന്താണ്? 5 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? /5 കൊടുക്കണം അല്ലെ. രണ്ടിനും /5 കൊടുക്കണം. അപ്പൊ സൊല്യൂഷൻസ് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്താണ്? 10/5ഉം 4/5 ആണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ്. ഇവിടെ നോക്കാം. 4 × 22. 4 × 22 എത്രയാണ്? 88 ആണ്. ഓക്കെ, അപ്പൊ രണ്ട് നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 88 കിട്ടണം. എത്രയാണ്? 11 8ഉം കൊടുക്കാം. അപ്പോൾ 11 × 8 എന്ന് പറയുമ്പോൾ 88 എന്ന് കിട്ടും. 11 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 19 ആണെന്ന് കിട്ടും. അപ്പൊ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? y1 = ഇവിടെ 11 ആണ്. അപ്പൊ സൊല്യൂഷൻ എഴുതുമ്പോൾ -11 എന്നും, y2 എന്ന് പറയുന്നത് = 8 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ -8 കിട്ടും. ഇനി എന്താണ്? കോഎഫിഷ്യന്റ് 4 ആയതുകൊണ്ട് രണ്ടിനും /4 കൊടുക്കണം. അപ്പൊ -11/4ഉം -8/4ഉം കിട്ടി. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 10/5 4/5 -11/4 -8/4 കമ്പാരിസൺ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 10/5 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. പക്ഷെ -11/4 എന്നൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? 2 point something ഒക്കെ വരും. അപ്പൊ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് അറിയില്ല എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ /5 ചെയ്യുന്നതിന് പകരം ഈ 5 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ഒരു 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ /5 ഇവിടെ /5ഉം ചെയ്യണ്ട, ഇവിടെ /4ഉം ഇവിടെ /4ഉം ചെയ്യണ്ട. പകരം എന്ത് ചെയ്യുക? /5 ഇവിടെ ചെയ്യുന്നതിന് പകരം രണ്ടവിടെയും /5 ചെയ്യുന്നതിന് പകരം ആ 5 ഇങ്ങോട്ട് കൊടുക്കാം. അതായത് ×5 ഇവിടെയും ×5. ഇവിടെ /4 കൊടുക്കുന്നതിന് പകരം ഇങ്ങോട്ട് ആ ×4 ആയിട്ട് കൊടുക്കാം. ഇവിടെ ×4 ഇവിടെ ×4. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? 10 × 4 എന്ന് പറഞ്ഞാൽ 14 ആണ്. 4 × 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. -11 × 5 എന്ന് പറഞ്ഞാൽ -55 ആണ്. -8 × 5 എന്ന് പറഞ്ഞാൽ -14 ആണ്.
ഓക്കെ, ഇനി നമ്മൾ കമ്പയർ ചെയ്യാം. പോസിറ്റീവ് ആണ് വലുത്, ഇവിടെയും പോസിറ്റീവ് ആണ് വലുത്, ഇവിടെയും പോസിറ്റീവ് ആണ് വലുത്, ഇവിടെയും പോസിറ്റീവ്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലേ? നേരത്തെ നമ്മൾ ഷോർട്ട് കട്ടിലും പറഞ്ഞു മൈനസ് പ്ലസ് ആണ് പ്ലസ് പ്ലസിനേക്കാളും വലുത്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ് ആ ഷോർട്ട് കട്ടിൽ നമുക്ക് കിട്ടിയത്. സൊല്യൂഷൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഓപ്ഷൻ എ ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്ത 5 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത 5 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.